ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃദിവസം നാം വിവിധ സ്ഥലങ്ങളിൽ നാം നമ്മുടെ കർത്താവിനെ, പിതാവായ ദൈവത്തെ യേശുക്രിസ്തു മുഖാന്തരം ആത്മാവിലും സത്യത്തിലും ആരാധന അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുന്ന ഒരു ചിന്ത നമുക്ക് ശ്രവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലെ ഭാഗം, അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ്, ക്രൂശീകരണം നടന്നില്ല, നടക്കാൻ പോകുന്നതേയുള്ളൂ. ഗത്സമന തോട്ടത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ കാര്യം ദൈവാത്മാവ് ഇവിടെ വിവരിക്കുകയാണ്. ഗത്സമനയിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ശിഷ്യന്മാരോടുകൂടെ. കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ. അപ്പോൾ ആ തോട്ടം വളരെ വിശാലമാണ്. കർത്താവ് കുറച്ചു ദൂരം മാറിപ്പോയി ഏകനായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കണം. അതിനുശേഷം വിവിധ കാര്യങ്ങൾ അവിടെ ആ തോട്ടത്തിൽ സംഭവിക്കുന്നു. ഒടുവിൽ ആ ശിഷ്യന്മാരിൽ തന്നെ ഒരാൾ യേശുവിനെ റബി, വന്ദനമെന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. ഇത് പതിവായി ചെയ്ത ഒരു കാര്യമാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ച ഒരു അടയാളമാണ് ഇത് എന്ന് ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ചൂണ്ടുപലക. എന്താണ്? യേശുവിന്റെ തന്നെ ശിഷ്യൻ വന്ന് യേശുവിനെ ചുംബിക്കുന്നു. അതിനുശേഷം കർത്താവ് പറയാണ്, ഇതൊക്കെ പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചതാണ്. യാദൃച്ഛികമല്ല. ചില ദിവസങ്ങൾ യൂദ മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ല ഇതൊന്നും. ഇത് പ്രവാചകന്മാരുടെ എഴുത്തുകൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇപ്പോൾ യേശു ഒറ്റയ്ക്ക് ആ പട്ടാളത്തിന്റെ നടുവിൽ നിൽക്കുകയാണ്. ആരുമില്ല. പ്രവാചകന്മാരുടെ എഴുത്തുകൾ നാം വായിക്കുന്നു, ആർക്കെങ്കിലും സഹതാപമുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. എല്ലാവരും പോയി. ശിഷ്യന്മാരെല്ലാവരും പോയി. ഇവിടെ സ്പെസിഫിക് ആയിട്ട് സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്, എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഈ രാവിലെ നാം ഈ കർത്തൃമേശയോട് അണയുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങൾ, പീഡകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ നമ്മൾ ഓർക്കുകയാണല്ലോ. ഏറ്റവും വലിയ നിന്ന ഒരുപക്ഷെ കർത്താവ് ഉള്ളിൽ ചിന്തിച്ചോ എന്നറിയില്ലെങ്കിലും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയല്ലോ എന്ന് ചിന്തിച്ചു കാണും. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിൽ പരിഭവിക്കുന്നില്ല. കാരണം തനിക്കറിയാം, ഇത് തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചതാണ്. എന്നാൽ അവരോടിപ്പോയെങ്കിലും ഇന്ന് രാവിലെ ക്രിസ്തുവിന്റെ പാദാന്തിയെ ഓടി അണയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ക്രിസ്തുവിനെ വിട്ട് ഓടിപ്പോയി ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്ന ഒരു കൂട്ടം ആളുകൾ. അവരാരാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ. ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലിരുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കർത്താവെ, നിന്നെ വിട്ട് ഓടിപ്പോകുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്റെ അരികിലേക്ക്
വന്നണയാനും അങ്ങ് ദൈവപുത്രനാണ്, എന്റെ രക്ഷിതാവാണ്, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ് എന്ന് ഉറക്കെ പറയാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും എനിക്ക് തരുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രമെന്ന് പറഞ്ഞ് നമുക്കവനെ മഹത്വപ്പെടുത്താം. ജീവോദനമായ ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താം. അവന്റെ മുമ്പിൽ നമ്മുടെ മുഴങ്കാൽ മടക്കാം. യേശുവേ, നിന്റെ അരികിലേക്ക് ഞാൻ വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി നൽകിയ ജീവരക്ഷയുടെ ആ ആഴം മനസ്സിലാക്കി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയാം. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.